ഇവിടെ അതിനുമായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. കല്യാണം നമ്മുടെ മറ്റേ ബിനീഷ് ഏട്ടനല്ലേ, നമ്മുടെ ടീമേ എന്നെല്ലാം പറയുന്നത്, ടീമേ എന്നൊക്കെ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ടീമേൻ്റെ കല്യാണം. അങ്ങനെ നികിക്കൊരു ഡ്രസ്സ് എടുത്ത് മോനെ ഞാനാ സെലക്ട് ചെയ്തത്. ഞാൻ ചോദിച്ചോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹായ് ഡിയർ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു? എന്ത് പറയാൻ, തിരക്കിലാണോ താങ്കൾ? അല്ലെങ്കിൽ എപ്പോഴും തിരക്കിൽ തന്നെയല്ലേ രാവിലെ. എന്താണ് താങ്കളുടെ ഇന്നത്തെ കലാപരിപാടികൾ? ഇന്നത്തെ കലാപരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് കളരിപ്പയറ്റാന്ന് തോന്നല്ലേ, മറ്റേ പരിചയ സംഭവങ്ങളൊക്കെ കാണണ്ടല്ലോ. ഇന്ന് ഇഡലി പയറ്റിന്ന്. അപ്പൊ ഇവിടെ അപ്പത് ഇഡലിക്കുള്ള മാവ് അല്ലേ, ഇഡലിക്കുള്ള മാവ് ദാ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ എന്താ മകളെ നിലവിളിക്കുന്നുണ്ടല്ലോ അത്? കുക്കറിൽ പരിപ്പ്. തട്ടിക്കൂട്ട് സാമ്പാറിനുള്ള പരിപ്പ്. ആ ഇന്ദിര എത്ര ദിവസമായി നിന്നോട് ഒരു സാമ്പാർ? ഓഹോ, നീ പറഞ്ഞ എന്താണ് നീ തിരിച്ചടിച്ചല്ലേ ദുഷ്ടത്തി? അന്ന് പറഞ്ഞതിന് നീ തിരിച്ചടിച്ചല്ലേ, ഞാൻ നിന്നെ കൊണ്ടൊരു ഉപകാരം എന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ വ്ളോഗില്. ഭയങ്കരമായി പോയി. എനിക്കുണ്ട് ആർമി, മറ്റേ ഇത് സജീഷ് ആർമി പകരം ചോദിക്കും, തിരിച്ചങ്ങോട്ടും ചോദിക്കും. അപ്പൊ ഇതെന്താ മുട്ടയൊക്കെ എടുത്ത് നേരത്തെ വെച്ചാൽ മുട്ട കൊണ്ട് എന്താ പരിപാടി? കോഴിമുട്ട, കാടമുട്ട. അതെ, നന്നായി. അങ്ങോട്ടേക്ക് നോക്കിയാ അങ്ങോട്ടേക്ക് നോക്കിയാ എന്താണത്? എവിടെയായിരുന്നു? നല്ലതാണത്, ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. അതുകൊണ്ടല്ലേ ചെയ്തത്. ഇന്നെന്താ ദിവസം, എന്താ പ്രത്യേകത പല്ലൊക്കെ തേക്കാൻ? എല്ലാ ദിവസവും കൊറേ ദിവസം ഇന്നെന്താ പ്രത്യേകത? പ്രത്യേകതയൊന്നുമില്ല, നീ വീഡിയോ എടുത്ത് വന്നുകൊണ്ട് പല്ലേച്ചതാ. എല്ലാരും അറിഞ്ഞു പാവടി, ഇന്ന് വീഡിയോ എടുത്തോണ്ട് പല്ലേച്ചാണ്. കുക്കർ വെച്ചുണ്ടാക്കുന്നുണ്ട്. ഞാൻ വീഡിയോ അപ്പൊ എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കാമേ. അമ്മ എല്ലാ ദിവസം പല്ലേച്ചോ? അല്ലടി നിക്ക്, നീ പറഞ്ഞ പോലെ ഇതൊക്കെ മൊത്തം കാര്യമാണല്ലോ. എന്താണത്? ഞാൻ പോയാണ് വന്ന വഴിക്ക്, വെറുതെ വന്നിങ്ങോട്ട്. രക്ഷയില്ല അല്ലേ ഈ യൂണിവേഴ്സിൽ എനിക്ക് വേറെ രക്ഷയില്ല. പിന്നില്ലേ എനിക്ക് എല്ലാരോടും ഒരു കാര്യം ചോദിക്കാനുണ്ടേ. എന്ത് കാര്യം? ഈ പരിപ്പ്, പയറ്, കടല ഇതെല്ലാം വാങ്ങി നമ്മൾ കുപ്പിയിലിട്ട് വെക്കൂലേ? സഞ്ചിയിൽ തന്നെ വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പാത്രത്തിലിട്ട് വെക്കുന്നവരുണ്ട്, മറ്റേ സ്റ്റീലിന്റെ എല്ലാം പാത്രത്തിൽ വെക്കണം, നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിലെല്ലാം ഈ ഉച്ചനില്ലേ, ഒരു കറുത്ത ഒരു തരം പ്രാണി ഈ ഇതിനെല്ലാം ഇങ്ങനെ തിന്നുന്നേ, ഈ പയറും കടലയെല്ലാം തിന്നുന്ന പ്രാണി ഉച്ചൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് എനിക്കറിയില്ല. ഉച്ചൻ കുത്തലി എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഈ ഉച്ചൻ കേറാതിരിക്കാൻ എന്താ വഴി? ഉച്ചൻ കേറാതിരിക്കാനാ? എന്നോടാ ചോദിച്ചെങ്കിൽ എനിക്ക് അതിനെ പറ്റി യാതൊരു പിടിപാടില്ല. ഉച്ചൻ എന്താണെന്ന് തന്നെ ഒപ്പൊക്കെ അറിയാം. അതൊക്കെ എനിക്കറിയാം, എനിക്ക് ഉച്ചനൊക്കെ അറിയാം. ഇന്നലെ കൂടി ഞാൻ സംസാരിച്ചു. അപ്പൊ അത് കേറാതിരിക്കാൻ എന്താ ചെയ്യണ്ടേന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. അത് ഗൈസ്, അപ്പൊ എനിക്കൊരു നിങ്ങളുടെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. നമ്മുടെ ഈ പരിപ്പ്, കടല സാധനത്തിനകത്തൊക്കെ മറ്റേ ഈ ഉച്ചനൊക്കെ കയറാതിരിക്കാനുള്ള ഒന്ന് വഴി പറഞ്ഞു കൊടുക്കണേ. അമ്മക്ക് അറിയില്ല അല്ലേ അത്? അപ്പൊ നീ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് അടിക്കുന്നത് ഗൈസ്. ഇത് ഞാൻ പകരം വീട്ടും. പിന്നെ അപ്പൊ എന്തായാലും ഇന്നൊരു മോർണിംഗ് കുക്കറം ഉണ്ടാതിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ എന്താ ഇന്ന് ഫുള്ള് എനിക്കിട്ട് താങ്ങേട്ട ഗൈസ്. ഇന്നത്തെ ഡേ മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് ഈ വ്ളോഗ് കൂടെ വെച്ച് വൈകിട്ട് പഠിക്കാം. എന്നെ വായിരുന്നു, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും ഗൈസ്. എനിക്ക് പോയിട്ട് എന്റെ ഊർജം എനിക്ക് ഊർജം ആയിട്ട് തിരിച്ചു വരണം എനിക്ക്. ഞാൻ ഇവിടെ പിള്ളേഴ്സിനെ വിളിച്ചിട്ട് പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മുട്ട പുഴുങ്ങുന്ന സാധനം ഉപകാരമാണോ നല്ലതാണോ എന്നെല്ലാം. നല്ല ഉപകാരമുണ്ട്. കാരണം ഇഡലിയെല്ലാം ആക്കുമ്പോ നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങാം. പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. മുട്ട കഴുകി വെള്ളത്തിലിട്ട് പുഴുങ്ങ
കുഴപ്പമൊന്നുമില്ല. പണ്ടെല്ലാം നമുക്ക് അങ്ങനെയാന്നല്ലോ, ചോറും കാലത്തിലെല്ലാം ഇട്ടിട്ടാന്നല്ല മുട്ടയെല്ലാം പുഴുങ്ങലേ. പക്ഷെ ഇവിടെ ഇപ്പൊ ആയിരിക്കും ഈ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോ ഒരു വെള്ളത്തിന്റെ ഒരു പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒരു ചൊവ ഉണ്ടാവില്ല. ഇതില് പക്ഷെ നല്ല സോഫ്റ്റ് ആണ് മുട്ട പുഴുങ്ങിയാല്. ഇതില് മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സോഫ്റ്റ്. ഇതൊരളവ് ഗ്ലാസ് ഉണ്ട്. ഇതില് മീഡിയം, ഞാൻ മീഡിയം എടുക്കല്. വേണം നല്ലോണം പുഴുങ്ങണമെന്നുള്ളവർക്ക് നല്ല കൂടുതൽ വെള്ളം വെച്ചാല് നല്ല വെന്ത് കിട്ടും. ഇത് മീഡിയത്തിൽ വെച്ചാലും നല്ലോണം വേവുന്നുണ്ട്. വലിയ മുട്ടയും പുഴുങ്ങാം, ചെറിയ മുട്ടയും പുഴുങ്ങാം. പണ്ട് മറ്റേ പൊട്ടൻ ചുക്കാതിന്റെ ഇത് വിളിച്ചൊരു വീടല്ല, നമ്മുടെ പൊട്ടൻ ചുക്കാതിന്റെ പണ്ട് വിളിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. പൊട്ടൻ ചുക്കാതി വലിയ ബോട്ടിലുണ്ട്, ചെറിയ ബോട്ടിലുണ്ട്. വലിയ ബോട്ടിൽ 10 രൂപ, ചെറിയ ബോട്ടിൽ വലിയ ബോട്ടിൽ 20 രൂപ, ചെറിയ ബോട്ടിൽ 10 രൂപ. വലിയ ബോട്ടിൽ തന്നെ വാങ്ങിക്കോളൂ, അതാണ് ലാഭം. കാരണം അളവിൽ കൂടുതലുണ്ട്. തീർച്ചയായിട്ടും വലിയ ബോട്ടിലിന്റെ പൈസയും കൂടുതലാണല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് പറഞ്ഞെനിക്ക്. വലിയ അളവിന് എടുത്തു അല്ലേ? എന്താ പറഞ്ഞപ്പോ? അതല്ല, വലിയ മുട്ടയും പുഴുങ്ങാം, ചെറിയ മുട്ടയും പുഴുങ്ങാം. അതാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പോയിട്ട് പിള്ളേഴ്സിനെ വിളിച്ചിട്ട് വരാം. എന്റെ ദൈവമേ, രണ്ടെണ്ണത്തിന് കിടപ്പോക്കി. ഇന്ദ്രുവിന് പോവാൻ സ്ഥലമൊന്നുമില്ല. അങ്ങോട്ട് കട്ടിലിന്റെ എപ്പട്ടിയാ പോയി കിടക്കണേ. ഇങ്ങനെയാണ് ഗൈസ് നിങ്ങളുടെ കുട്ടികളൊക്കെ വീട്ടില്. ദുഗു, എന്തായി മകളെ? എണീക്കണ്ടേ? പോണ്ടേ? നമുക്കിന്ന് പോണ്ടേ? ഇന്ദ്രപ്പോ, ഇതെന്ത് കിടത്താ ഇത്? തല തിരിഞ്ഞ കിടത്തോ? ഇതെവിടെ വന്നിട്ടുള്ളത്? നിങ്ങൾ മറ്റേ വീഡിയോ ചെയ്ത് പോയ തല തിരിഞ്ഞ വീട്ടിലാ? എണീക്ക്, പോണ്ടേ? സ്കൂളിൽ പോണ്ടേ? ദുഗുസി ബാ. ഇന്ദ്രപ്പാ, ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദുഗു. എന്ത് ഗുഡ് മോർണിംഗ്? എനിക്ക് വാ 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 വാ. ഞാൻ ഇവരൊന്ന് എണീപ്പിക്കട്ടെ ഗൈസ്. ലൈറ്റ് ഓഫ് ആക്ക. അയ്യോ, ഞങ്ങളുടെ കുഞ്ഞുവാവനെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുവാവനെ ഒന്ന് എടുത്ത്, കുഞ്ഞുവാക്ക് അങ്ങനെ രാവിലെ തന്നെ നടക്കാൻ കഴിയില്ല. അവിടെ കുഞ്ഞുവാവനെ എടുത്തിട്ടാ വരുന്നത്. കാണിച്ച കുഞ്ഞുവാവൻ അത്രേ ഉള്ളു. കുഞ്ഞുവാവയാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുവാവയാണ് കേട്ടാ എൻ്റെ മോൻ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് വരും. അയ്യോ ദുഗുസി, നമ്മ കുഞ്ഞുവാവന എന്താ കുഞ്ഞുവാവ എന്താ മടിയിലെടുത്ത്. കുഞ്ഞുവാവൻ മടിയിലെടുത്ത്. അയ്യോ കുഞ്ഞുവാവടി, കുഞ്ഞുവാവ മടിയിലിരിക്കട്ടെ. ഇത് വരുന്ന അടുത്ത കുഞ്ഞുവാവ. ഇതാ ഇത് മടിയിലെടുത്ത് വാ. മടിയിലിരുന്നോ കുഞ്ഞുവാവ. ഇനി ഇവിടെ കിടക്കല്ലേ, ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇവിടെ കുറച്ചു നേരം ഇവിടെ കിടക്കാണ്ട് എനിക്ക് വേമ്പോ പല്ലിയാച്ചേ ചെല്ല്. വാ 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 വാ. എനിക്ക് ഇത് കൊള്ളാലോ ഈ പാത്രം. കാടമുട്ടി ഇട്ടൊക്കെ വെച്ചത് ഈ പാത്രം. ഞാൻ ഇപ്പാണ് ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നു ഗൈസ്. മുട്ടപ്പാത്രം. ഇപ്പൊ ചായയുമായി മന്ദം ഒരാൾ കടന്നു വരും. പെണ്ണിന് ഇഷ്ടപ്പെട്ട? പെണ്ണിന് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ട് കൊറേ കാലായി, കുറെ വർഷങ്ങളായി. ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഇഷ്ടപ്പെട്ടതാ. അപ്പൊ ചായ കിട്ടിയിട്ടുണ്ട്, കുടിക്കട്ടെ. എന്നാവേ നോക്കുന്നു ഇങ്ങോട്ട്. നീ എന്നെ എന്താ ഇത് പണ്ട് നികയുടെ തട്ടിക്കൂട്ട് പഴംപൊരി പോലെ തട്ടിക്കൂട്ട് സാമ്പാറാണ് ഗൈസ്. ഇതിലൊന്നുമില്ല, മുരിങ്ങാക്കോലില്ല, പിന്നെ ക്യാരറ്റ് ഇല്ല, വെണ്ടക്ക ഇല്ല, ഒന്നുമില്ല. ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളിയുണ്ട്. ബാക്കിയുള്ളതൊന്നും കാണുന്നില്ല. എന്തിലാ എന്താ ഉള്ളത് അതില്? അത് പറ. എന്തുണ്ടാണുള്ളത്? ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ല. ഇത് ഞാൻ വെക്കുന്ന വെങ്കായ സാമ്പാറാ. വെങ്കായ സാമ്പാറാ? ഭയങ്കര ഇത്. നീ എപ്പോഴാ തമിഴ്നാട്ടിലോട്ട് എത്തിയത്? വെറും തമിഴല്ല, ചെന്തമിഴ് അല്ലെ? അതൊക്കെ മോളുടെ അമ്മ തമിഴത്തിയാ. നോക്ക് നോക്ക്. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ഇഡലി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഇഡലി റെഡി. അതെ, ഇനി തോണ്ടി തോണ്ടി ഇങ്ങ് ഇട്ടാ മതി അല്ലേ?
ഇഡലിക്ക് ഞാൻ ഇത്രയും വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടാ. പക്ഷെ ഞാൻ ഒഴിച്ചതായിരിക്കും രാത്രി ആരോ വെള്ളം എനിക്കതാണല്ലോ പണി. നല്ല സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് ഉണ്ട്. സ്വന്തം ഉണ്ടാക്കി സ്വന്തം അങ്ങോട്ട് പറയാ സോഫ്റ്റ് ഉണ്ട് എന്നല്ല അല്ലെ. ഇത് ലഞ്ചിനോണ്ട് പോവാൻ ഇഡലി സാമ്പാറുവാ. മോളെ ഇരട്ട ഇഡലി തിന്നാൻ പാടില്ല മൊത്തം. എപ്പോഴും ഒറ്റ ഇഡലി തിന്നണം. ഒന്നല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 3 അങ്ങനെയാണ്. അവസാനം 1ലേക്ക് എത്തുന്നല്ലോ. ആ സൈഡിലതാ എന്തെല്ലാം ഇരിക്കുന്ന പോയി പല്ലൊക്കെ തേക്ക്. ആ ചെല്ലി എന്താടി ഗൈസ്. ഇതാണ് ഗൈസ് രാവിലത്തെ ബളഹോനോടെ ബളഹം. രാവിലെ സ്കൂളിൽ പോണം, പിന്നെ പണികളുണ്ട്, ചായക്കടിയാക്കണം. ഇതെല്ലാം ഓരോ വീട്ടമ്മമാരുടെയും ബളഹം. ഓപ്പനോട് കേൾക്കുമ്പോ ഒരു പണിയുമില്ല, എനിക്ക് വെറുതെ ആണ്, വേസ്റ്റ് ആണ്. നീയല്ലടി ഇപ്പൊ എന്നെ നീ എന്നെ അതിന് ബദലായിട്ട് എത്ര പ്രാവശ്യം വേസ്റ്റ് അതെനിക്ക് ഭയങ്കര വിഷമായി. പെണ്ണുമ്പിള്ളേ കേട്ടാ മതി. പെണ്ണുമ്പിള്ളേ നീ വലിയ ഇളപ്പൊന്നും നടക്കണ്ട. ഈ കാര്യത്തിനല്ല പറഞ്ഞ, വീഡിയോ എടുക്കുന്ന കാര്യത്തിനാണ് പറഞ്ഞത്. അതാ എല്ലാരും പറയട്ടെ, വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ, എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ വീഡിയോയിൽ നിൽക്കുന്നില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. വാട്ട് ഹാപ്പൻ ടു മൈ വൈഫ്? ടെൽ മീ ബേബി, ടെൽ മീ. ഇനി ഇംഗ്ലീഷിലാണ് നമ്മൾ ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോവുകയാണ്. ഒരു സംസാരവും ഞാനില്ല. ഇനി ഓൾവേസ് ഇൻ ഇംഗ്ലീഷ് പറയൂ. ഞാൻ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോണേ, നോക്കാലോ നമുക്ക്. ആ നികി ടെൽ മീ സംതിങ്. പറ ദുഗും പറ. ആദ്യം ഇംഗ്ലീഷ് പറ കേക്കട്ടെ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെങ്ങ വന്നേ. 6ൽ പഠിക്കുന്ന ഒരു കുട്ടി ഇംഗ്ലീഷ് നോക്കട്ടെ. പറഞ്ഞ ചൂടുവെള്ളം വേണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. എന്താണ് അച്ചാമ്മ? അതൊക്കെ അല്ലേ പിന്നെന്താ. അച്ചാമ്മക്ക് ഇംഗ്ലീഷ് അറിയോ? അച്ചാമ്മേ ഗിവ് മീ ഹോട്ട് വാട്ടർ. കൊള്ളാല. ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞു. കണ്ടാടി അമ്മ വരെ പറഞ്ഞു ഡോർ ഓപ്പൺ. നീയാ പറയാത്ത ആള്. ആ കണ്ട അടിപൊളി സെറ്റായി. മതി. മറ്റേ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഈ വീട്ടിൽ ജീവിക്കാൻ ഇത് തന്നെ ധാരാളം. വെളിച്ചെണ്ണ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് കൊച്ചിന് ഡോക്ടർ. വെളിച്ചെണ്ണ ഇടണ്ടാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്തെങ്കിലും ആക്കി. സമയം എന്താ നോക്കിയേ. സമയം ഇപ്പോൾ 8:20 ആവുന്നു കേട്ടാ. സമയം ആയിക്കൊണ്ടിരിക്കയാണ്. എന്നാ വേഗം പോയി കുളിക്ക് ചെല്ലി. അല്ല നിങ്ങ അച്ചാമയും മോനോ എന്തെങ്കിലും ഇരിക്കുന്നത്? ആ മുടിയൊക്കെ ഒന്ന് ചീകി വെക്ക്. നമുക്കിന്ന് പോണ്ടേ സ്കൂളിൽ? വേറെ എവിടെ? സ്കൂളിലും കണ്ടുപിടിച്ചാരല്ലേ എന്തിനു പറഞ്ഞാല്. എന്താ ആരാ അല്ല നിങ്ങ സ്കൂൾ കണ്ടുപിടിച്ച ആളെല്ലാം നിങ്ങള് മരിച്ചു പോയിട്ടുണ്ടായെങ്കിലും അയാളെ ഇനി കൊല്ലാതെ കൊല്ലൂലേ അല്ലേ? ഇതെന്താണ് മക്കളെ ഈ തീർച്ചയായിട്ടും കാണുന്നത്? 100 കൂട്ടം സാധനങ്ങൾ ഉണ്ടല്ലോ കഴിച്ച്. എത്ര മാറ്റി വെച്ചാൽ ഇവര് ഇവിടെ കൊണ്ടിട്ട് കേട്ടോ. ഇതെന്താ സ്കൂളുണ്ടാക്കിയ ആളെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പേര് എഴുതി വെച്ച് പ്രാഗി കൊല്ലാണ് വീണ്ടും അല്ലേ? ഹോറിസ്മാൻ. ഇവരെല്ലാം നിങ്ങള് എല്ലാ ദിവസവും ഇവരെ സ്കൂള് കണ്ടുപിടിച്ച ആളുടെ പേര് എഴുതി വെച്ചേക്കിടണ്ടെങ്കിൽ എന്തിനാന്നറിയാം? സ്കൂള് കണ്ടുപിടിച്ച ആളുടെ പേര് ഇത് പാവപ്പെട്ടവന്റെ ആത്മാവിനോട് നിത്യശാന്തി ലഭിക്കൂല. പറഞ്ഞില്ലേ പാവപ്പെട്ടവനല്ലോ. അതെഴുതും അന്നേരം പേര് മറന്നോവാതെ പ്രാകാന. എപ്പോഴും എഴുതി വെച്ച് പ്രാകണെന്ന് പറയില്ലേ, അതാണ് സംഭവം. വേറെ ഒന്നുമല്ല. ഇന്ദ്രു എഴുതി വെക്കും മിക്കവാറും.
അതെ സത്യം. കാരണം സ്കൂളിൽ പോകാൻ ഏറ്റവും അപ്പൊ മടിയുള്ള ആളെന്തുവാ? ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ ബഹളങ്ങള്. വിശേഷങ്ങൾ. എല്ലാവരുടെയും വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലെ എന്തിനപ്പാ? എന്റെ മോൻ ബെൽറ്റ് ഒറ്റക്കാടുന്നേ. ബെൽറ്റ് ഇട് ഗൈസ്. ഇവിടെ സാമ്പാർ ആയിരിക്കുന്നു. ഇതാ നിക്കിയുടെ പേട്ട സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. മോനെ ഇന്ന് പേട്ട സാമ്പാറുണ്ട്, നല്ല ഇഡ്ഡലി ഉണ്ട്. അമ്മേ ചട്നി. ഇതാണ് എൻ്റെ മൈ ഫേവറേറ്റ്. ഇതാണ് എനിക്ക് വേണ്ടിയാക്കുന്നത്. എനിക്ക് ഇത് ചട്നി മൈ ഡ്യൂഡ് പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ആക്കി തരുന്ന ചട്നിയാണ് ഈ കാണുന്നത് ഗൈസ്. എന്തിനു കൊള്ള ഇത് പെട്ടെന്നാണ് മാറിയത്. ഇല്ല മുത്തേ, അടിപൊളിയാണ് അടിപൊളിയാണ്. 40 പോണ്ടേ? ആ എന്നാ വേഗം നോക്ക് ഗൈസ്. വേഗം ചായ കുടിച്ചോ, സമയമായി, സമയം കഴിഞ്ഞു. അച്ഛാമതേ ഇന്ദ്രന് വാരി കൊടുക്കുന്നുണ്ട് ചട്നിയും ചട്നി സാമ്പാറും ഇഡ്ഡലി എല്ലാം കൂടി. എന്തായി വണ്ടി പോയാ? മുക്കാലി വണ്ടി വരട്ടെ. അങ്ങോട്ടാ ചാക്കി തരാം. ബൈക്കുമ്പോ സ്കൂട്ടിയിലല്ലേ ദുബുഷി വേദന്നോ? നീ പോയിക്കോ, നീ വണ്ടി കയറി പോയിക്കോ. കുട്ടികൾക്ക് വരും വൈകുന്നേരം വന്നാ മതി. വണ്ടി കയറി പോയിക്കോ, വൈകുന്നേരം വന്നാ മതി. സ്നേഹമില്ല. വീഡിയോയിൽ ആരെല്ലോ പറയുന്നതായിട്ട് കലിപ്പനാണല്ലേ. ഞാൻ കലിപ്പനാണെങ്കിൽ നീ കലിപ്പന്റെ കാന്താരിയാ. പറഞ്ഞ കുറച്ച് കൂടിപ്പോയി ഞാൻ കലിപ്പന്റെ പറയുന്നില്ല. മോന്റെ ബാഗെല്ലാം കൊണ്ടുപോയില്ലേ? ആ എന്നാ പോവാ. ടാറ്റ പറഞ്ഞില്ല അച്ഛമ്മോട്? ആ അപ്പൊ ഇനി നമുക്ക് വൈകുന്നേരം വരുമ്പോ കാണാം അല്ലേ? എല്ലാരോടും എന്താ പറയാനുള്ളേ? സ്കൂളിൽ പോകുമ്പോ ഒന്ന് പറഞ്ഞ എല്ലാരോടും എന്താന്ന്. സ്കൂളിൽ പോവാൻ അവിടെ സ്കൂളിൽ പോകുമ്പോ എന്താ പറയാനുള്ളേ? സ്കൂളിൽ പോയി പഠിച്ചാലാണ് മോന് കൊടുക്കാനുള്ള. സ്കൂളിൽ പോയി പഠിച്ചാ എന്താവും? പഠിച്ചാൽ നാളെ ജോലിയെ കിട്ടി എന്നാലാ പോയി പഠിച്ച. ആ വലുതായിക്കോളൂ. അച്ഛക്ക് ഇങ്ങനെയൊക്കെ തന്നെ വലുതായത് എല്ലാവരും. ആ നോക്കിയാൽ നമ്മുടെ നാടൊക്കെ ഇപ്പൊ കൃഷിയൊക്കെ പോയി ഇപ്പൊ ഇങ്ങനെ നല്ലൊരു പച്ചപ്പ് നിറഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് അല്ല എന്തൊരു. അതേമ്പാ ദുഗുവിന്റെ വണ്ടി വന്നു കേട്ടാ. ദുഗു ഓടിപ്പോയി കയറുന്നുണ്ട്. അങ്ങതാ കണ്ട, അവര് വേഗം നടന്നത് നന്നായി. കണ്ട അങ്ങ് പോയി കയറുന്നുണ്ട്. ടാറ്റ പറയാൻ പറ്റില്ല ചേച്ചിക്ക് അല്ലേ? കറക്റ്റ് ടൈമാണ് എനിക്ക് അല്ലേ എന്തൊരു. കറക്റ്റ് സമയത്ത് വണ്ടി വന്നു, കറക്റ്റ് സമയത്ത് ദുഗു പോയി. വാവ് വാട്ട് എ ടൈമിങ് അമ്മ അല്ലേ? സൈഡേക്ക് ടൈമിങ് ആണല്ലോ മോളെ, ടൈമിങ്. എത്ര വർഷം? അതെ അതെന്തായാലും ശരിയാ. ദുർഗ LKG പഠിക്കുന്നത് മുതലേ തുടങ്ങിയ ഓട്ടപ്പാച്ചിലല്ലേ. അപ്പൊ വലിയ മാറ്റമൊന്നുമില്ല. കണ്ട നേരത്തെ കാലത്തെ ആക്കാന്ന് അറിയില്ലെന്ന് അർത്ഥം. ആണ് ഓട്ടപ്പാച്ചില്. ഓ പിന്നെ അതെല്ലാ അമ്മമാരും ഓട്ടപ്പാച്ചിലാണ്. പ്രത്യേകിച്ച് വീട്ടിലെ അച്ഛന്മാര് ഹെൽപ്പ് ചെയ്യാത്ത അമ്മമാർക്ക് ഓട്ടപ്പാച്ചിൽ. കണ്ട നിങ്ങൾ പറയുന്നുണ്ട് രാവിലെ ഇന്നലെ രാത്രി എണീച്ച് ഞാൻ ക്യാമറയും തൂക്കി വന്നു. ഇന്നലെ രാത്രി ഒന്നും ആക്കേണ്ടി വന്നില്ല. ആക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മതിയടി ഇന്നൊന്നും ആക്കണ്ട, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കൊടുത്തു. ഇന്ന് രാവിലെ ഇവിടെ എനിക്കിട്ട് താങ്ങാൻ തുടങ്ങി. നല്ല പണി. അപ്പോഴാണ് കിട്ടി ഞാനും പണി കൊടുത്തത്. നീ ആയിട്ടില്ല മകളെ. അവന് നീ ഇനിയും ശ്രീധരന്റെ മകൾ നിഖിന ഇനിയും ഒരിക്കൽ കൂടി ജനിക്കേണ്ടിയിരിക്കുന്നു. ആ അപ്പൊ അങ്ങനെയാ അല്ല ഇതൊക്കെ ഇന്ദ്രു എന്താ പറയുന്നത്? അതെന്തായാലും നന്നായി. അപ്പൊ ഗൈസ് എന്നാ ഇന്ദ്രപ്പന്റെ വണ്ടി കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇന്ദ്രനോട് കയറ്റി വിട്ടിട്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരു സ്ഥലത്തൊക്കെ പോവാനുണ്ട്. അതെവിടെയും പോകുന്നല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. കണ്ണൂരാണ് പൊന്നെ, വേറെ എവിടെയില്ല. നമ്മള് അവന് സ്കൂളിൽ പോയാലുണ്ടല്ലോ, നമ്മളെവിടെയെങ്കിലും പോണെന്ന് പറഞ്ഞാൽ അവന് ദഹിക്കൂല. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാവണം അവന് സ്കൂളിൽ പോയാല്. നല്ല തന്നെ. ചേട്ടാ ചേട്ടാ വൈകുന്നേരം കാണാം അല്ലേ?
അങ്ങനെ എന്തുകൊണ്ട് വണ്ടി പോയി. ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് വരുന്ന വഴിക്കാണ് നമ്മുടെ ഇക്കാനെ കിട്ടിയിട്ടുണ്ട്. ഇക്കാനെ കൈയോടെ പിടിച്ച്. എന്തൊക്കെയുള്ള മീൻ? ചെമ്മീനുണ്ട്, പാര, മത്തിയുണ്ട്, അയാട്ടിയുണ്ട്, മത്തിയുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ ഏട്ട ഉണ്ട്, പിന്നെ ചെരു. അപ്പൊ ഗൈസ് മീനും വാങ്ങി, പിള്ളേരും പോയി. അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞല്ലേ? പണിയെല്ലാം കഴിഞ്ഞ് കൊറേ അലക്കാലെല്ലാം ഉണ്ട്, പോയി വന്നതല്ലോ. അയ്യോടാ പാവം. വന്നിരുന്നെങ്കിൽ അതെ അതെ, അതൊരു കാര്യം ചെയ്യാം നമുക്ക്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ അലക്കാനായിട്ട്. ഞാൻ നോക്കാം നിന്റെ സഹായത്തിനായിട്ട് അലക്കണ സഹായത്തിനെന്നല്ല ഞാൻ പറഞ്ഞേ. എന്തുവാടി സൈഡേക്ക് വണ്ടി വരുന്നുണ്ട് ഗുഡ്സ്. എന്ത് പൂതി അലക്കാൻ സഹായത്തിന് ആരെങ്കിലും ആക്കാന്ന് പറഞ്ഞ ഇത്ര പേര് എന്താ? അയ്യ അതൊക്കെ അവരൊന്നും അലക്കിയാ ശരിയാവൂല. പ്രായമായ ആൾക്കാർ അലക്കുമ്പോ പ്രായമായ ആൾക്കാർ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതാവൂല, നടുവേനൊക്കെ ഇരിക്കും എല്ലാ ദിവസവും. എന്റെ അഭിപ്രായത്തിൽ ആരെങ്കിലും ചെറുപ്പക്കാരെങ്കിലും ആക്കുന്നേ നല്ലത്. ഒരു 10-25 വയസ്സൊക്കെ ആയ ഏതെങ്കിലും അല്ലാവുമ്പോ നല്ലോണം അലക്കും. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോട്ടെ. അപ്പൊ ഞാൻ ഈ ക്യാമറ ഓഫ് ആക്കുന്നതോടുകൂടി എനിക്ക് എന്തെങ്കിലും രൂപമാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്റെ ഭാര്യ ആയിരിക്കില്ല. ഭാര്യ ആയിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്താ? എന്നാ പിന്നെ ഓക്കെ. ഇതാ എന്റെ മുത്ത്. ആ അത് ഒന്നുമില്ല. വണക്കം MGR. വണക്കം MGR ആരാടി? MGR അല്ല MGR. ഇതപ്പോ ഈ കൂളിംഗ് ഗ്ലാസ്സിൽ എടുത്ത് വെച്ചേ. ഈ ഷർട്ട് ഇട്ടിട്ട് കൊറേ ആൾക്കാര് ഫേസ്ബുക്കിലാണ്, യൂട്യൂബിലൊന്നും കമന്റ് ഒന്നും പറഞ്ഞില്ല. യൂണിയൻകാരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കമന്റ്. അതിനുശേഷം ഷോപ്പൊക്കെ ഇതിടാൻ ഭയങ്കര മടി. ഞാൻ ഫസ്റ്റ് ഒരിക്കൽ മാത്രം ഇട്ട ദിവസമാണ് ആ ഒരു ഇനാഗ്രേഷൻ. അത് നമ്മളെ വീഡിയോയിലല്ല കമന്റ് വന്നത്. നമുക്ക് എപ്പോഴും നെഗറ്റീവ് കമന്റ് വരണമെങ്കിൽ വേറൊരാള് നമ്മളെ ഫോട്ടോസോ വീഡിയോസോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ യൂണിയൻകാര് എന്ന് പറയുന്നത് എന്താ അത്ര മോശപ്പെട്ടവരാ? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. അതെ, അവരെന്താ ജോലി എടുത്ത് കഷ്ടപ്പെട്ട് ജോലി എടുത്ത് ജീവിക്കുന്നവര്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇപ്പഴാന്ന് പക്ഷെ സീറ്റ് ബെൽറ്റിന്റെ സൗണ്ട് വന്നത്. അപ്പൊ അതിനുശേഷം എന്നിട്ട് ഞാൻ ഓപ്പനെ ഫോഴ്സ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ ഈ ഷർട്ട് ഇടിപ്പിച്ചു. അല്ലെങ്കിൽ ഈ ഷർട്ട് ഞാൻ ഇടണ്ടേ? ഓപ്പ വേണ്ടെന്ന് അറിയുന്നല്ലോ. ഞാൻ എന്താ അറിയോ, ഓപ്പക്ക് ഷർട്ട് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ടെന്ന് പറയുന്നല്ലോ. ഞാൻ പറയും ഞാനെന്നാ ഇട്ടോളാന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് കാണിക്കും. അപ്പൊ ഓപ്പൊക്കെ രസം തോന്നും. നമുക്ക് പിന്നെ പണ്ടേ കാരണന്മാരായിട്ട് കോലവും ഇതെല്ലാം സൗന്ദര്യം ഭാര്യക്കോര് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് കാണുമ്പോ ഓപ്പൊക്കെ നല്ല രസം തോന്നും. അപ്പൊ എന്റെ ഷർട്ട് അത് അവിടെ വെച്ചേ ഞാനത് ഇട്ടോളാന്ന് പറയും. ഓ ആയിക്കോട്ടെ. എന്റെ അമ്മയുടെ ഉണ്ടാ? എന്റെ അമ്മയുടെ ഉണ്ട്. എന്റെ അമ്മ, ഞാൻ എന്റെ അമ്മേനെ കാണിച്ചു തരാട്ടാ. ഈ ചുരിദാർ എവിടെയോ കണ്ട് മറന്നൊരു ഇതുണ്ടല്ലോ. വേണ്ടാണ്ട് ചാടിയിട്ടൊന്നുമില്ല. അവിടെ നിക്കാൻ വന്നപ്പോ അവിടെ വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോ അമ്മ എടുത്തിട്ടിട്ട്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു പാവല്ലേ ഇട്ടോട്ട് എന്ന് വിചാരിച്ചു. മാന്തണ്ട്, ഉണക്ക് മാന്തണ്ട്. എനിക്ക് നോക്കണേ. ഇതിലുണ്ടാവില്ല എവിടെ പോന്ന? അതെല്ലേ, വിപിനേച്ചിക്ക് എഴുത്ത് കഴിഞ്ഞ എന്താ? അതെ, സന്ദേശ് വരുന്നുണ്ടാ? എന്നാ ഓക്കെ, നമ്മള് പോട്ടെ. മേലെ ചൊവ്വ പോണ ഒരു വീഡിയോന്റെ. ശരി എന്നാലേ. അപ്പൊ നമ്മളെവിടെയൊക്കെ പോണേന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഹാപ്പിയാണ് ഞങ്ങൾ. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഭയങ്കര പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒന്നല്ല കേട്ടാ, പിന്നെ വീഡിയോ എടുത്തെടുത്തേക്കാണ്. അങ്ങനെയല്ല, നമുക്കൊരു പറയോ? അപ്പൊ പറയും. ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരോന്ന് അറിയില്ല വീഡിയോ. ഞാൻ ഒപ്പക്ക് പാലില് മറ്റേ വിമ്മ് കലക്കി കൊടുക്കുന്നില്ലേ, ആ വീഡിയോ. അതൊരു ഫർണിച്ചർ ഷോപ്പിന്റെ ഇതായിരുന്നു. അപ്പൊ അതില് ആ വീഡിയോ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന വീഡിയോന് ഒരു പ്രൈസ് മണി അല്ല ഗൾഫിലേക്ക് എന്ന് പറഞ്ഞിരുന്നില്ലേ? ഒപ്പം മലേഷ്യ പോകാൻ പോകുന്ന
നല്ല പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിന്നർ ആയത് നമുക്കറിയാം, നമ്മൾ തന്നെ ആയിരിക്കും അതിന്റെ വിന്നർ എന്നല്ലേ. കാരണം ബാക്കി ആരും കണ്ടന്റിലോ ഒന്നല്ല ചെയ്തത്, എല്ലാരും സാധാരണ രീതിയിലാണ് വീഡിയോ എടുത്തത്. അപ്പഴേ ഒപ്പ പറഞ്ഞു ഇന്നെങ്കിൽ മലേഷ്യയിൽ പോകാൻ വേണ്ടി പ്ലാൻ ആക്കിക്കോ. ഞാൻ പറഞ്ഞപ്പോ ഒരാൾക്കേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ട് വരാന്ന്. പക്ഷെ സമ്മതിക്കുന്നില്ല. പറഞ്ഞു വേണ്ട, നമുക്ക് പ്രൈസ് അവരോട് ചോദിച്ചിട്ട് പ്രൈസ് മണി വാങ്ങിക്കാന്ന്. എനിക്ക് മറ്റേ ജഗദീഷ് പറഞ്ഞ പോലെ ആയിപ്പോയില്ലേ, ഹണിമൂണിൽ ചെലവ് കുറക്കാൻ വേണ്ടി ഭാര്യനെ കൂട്ടാതെ പോയി അതുപോലെ ആയിപ്പോണ്ടല്ലാന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു മതി, ആ പൈസ വാങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാന്ന്. പൈസ വാങ്ങിട്ട് ഒരുമിച്ചൊന്നും പോവില്ല, അത് വേറെ കാര്യോ. ആ പൈസ വാങ്ങിയപ്പോ പുട്ടടിക്കും ഗൈസ്. അപ്പൊ എന്തായാലും അത് പോയി വാങ്ങിയിട്ട് ഇന്ന് നമ്മള് അത് പോയി വാങ്ങട്ടെ, എന്നിട്ട് ബാക്കി പിന്നെ അവിടെ ചെല്ലട്ടെ. ആ പൈസ ഒരേ നിർബന്ധം, ആ പൈസ വാങ്ങിട്ട് എന്റെ നിക്കിക്ക് വേണ്ടി എന്നെ ചെലവാക്കണം, എന്റെ മുത്തിന് വേണ്ടി ചെലവാക്കണം. എന്റെ മുത്ത് ആഗ്രഹിച്ച പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് ഒരേ നിർബന്ധം. നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനത്തെ ഭർത്താക്കന്മാര്? നിങ്ങൾക്ക് ഇങ്ങനെ ഭാര്യനെ പൊന്നുപോലെ. എല്ലാവർക്കും എന്റെ വർത്താനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എനിക്ക് സംസാരം ഒന്ന് ഓവറാക്കല്ലേ, ബോറാക്കുന്നു പറയും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് കുരുവിന്ന് വെച്ചാല്, കുരുവി അതായത് ഇതിലേ കൂടിയ കൊണ്ട് നമുക്ക് അപ്പൊ ഒപ്പൊക്കെ ഒരേ നിർബന്ധം, ആ പൈസ എനിക്ക് വേണ്ടി ചെലവാക്കണം. പക്ഷെ ആ പൈസ നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു, എന്തിനെല്ലാം വേണ്ടി വിനിയോഗിക്കുന്നു എന്നെല്ലാം ഞാൻ കാണിച്ചു തരാട്ടാ. ഓക്കെ, എനിക്ക് എന്തെല്ലോ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒന്നും നോക്കില്ല, ഞാൻ പറഞ്ഞില്ല ഓക്കെ എനിക്ക് ആ പൈസ ഒക്കെ എല്ലാം വാങ്ങിത്തരുന്നു. നമ്മളവിടെ പോയതെടുത്തില്ലാട്ടാ. അവിടെ പോയത് സംഭവം ആർട്ടിക് ഫർണിച്ചറിന്റെ അവരൊരു ഗിഫ്റ്റ് തരുന്നതാണ്. അത് വേണമെങ്കിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം വെച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു കല്യാണമുണ്ട്. കല്യാണം ആരതാണ് പറയാമല്ലോ. അവിടെ അതിനുമായിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം നമ്മുടെ മറ്റേ ബിനീഷ് ഏട്ടനില്ലേ, നമ്മുടെ ടീമേ എന്നെല്ലാം പറയുന്നത്, ടീമേ എന്നൊക്കെ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ടീമിൻ്റെ കല്യാണം ഫെബ്രുവരി 2-ാം തീയതി. അപ്പം അന്ന് പോകുമ്പോൾ ഇടാൻ വേണ്ടി നീക്കൊരു ഡ്രസ്സ് വേണം, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത്. പക്ഷെ ആ കളർ രസമില്ല നീക്ക്. അത് നീ മറ്റേ നമ്മുടെ മഴവിൽ മനോരമയിലേക്ക് എടുത്ത പോലെ ഉണ്ടാവും. ഓറഞ്ച് അത് എന്റെ മാച്ച് നോക്കണ്ട, ഞാൻ അങ്ങനത്തെ കളറൊന്നും എടുക്കൂല. പിന്നെ എനിക്ക് നോക്കിയിടുന്നുണ്ട്, എനിക്കും കൂടി മാച്ചായിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ടൈപ്പ് അതൊരു ചേഞ്ച് ഉണ്ട്, വ്യത്യസ്തമായിട്ട് കളറ്. എന്നാ ഷറാറേ, അപ്പം എനിക്ക് ഷറാറ് നോക്കട്ടെ എന്താന്ന് നോക്കിയിട്ട്. ഇത് രസമുണ്ട്, പക്ഷെ വർക്ക് കുറച്ച് കൂടുതലാണ് പോലും. വർക്ക് കുറഞ്ഞതാ വേണ്ടേ. അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണ്. നല്ല സ്നേഹത്തോടെ അവരെല്ലാവരും പെരുമാറിയത്. അവരോടൊപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഞാൻ നികിക്കൊരു ഡ്രസ്സ് എടുത്ത് മോനെ ഞാനാ സെലക്ട് ചെയ്തത്. ഞാൻ ചോദിച്ചു നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നികിട്ടിട്ടും ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു അത് എടുത്തോന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്തായാലും നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ, ബിനീഷ് ഏട്ടൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ, ടീമിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ ആ വ്ളോഗിൽ നമ്മൾ കാണിക്കാം ഡ്രസ്സ്. അപ്പോൾ ഇവളെടുത്തതിനോട് മാച്ചായിട്ട് ഡ്രസ്സ് ഞാൻ എനിക്ക് കിട്ടുമോ നോക്കട്ടെ. അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടിയാൽ എനിക്ക് പൊളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ ഒരു ഡ്രസ് കോഡ് കിട്ടുമോ നോക്കട്ടെ. കിട്ടുമെങ്കിൽ അങ്ങനെ ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാ. ഒരുപാട് പേരെ കണ്ടു. അതെ, അപ്പം അങ്ങനെ സെറ്റായി. എനിക്ക് ഒരെണ്ണോടി കിട്ടണം സെലക്ട് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പോൾ നമ്മളുള്ളത് കല്യാണിലാണ്. ഓക്കെ, നോക്കാം. ഫുൾ കറക്കം തന്നെ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഡ്രസ്സ് എടുത്തു. എനിക്ക് കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടിയുള്ളൂ, ബാക്കി ആർക്കും കിട്ടിയില്ല. ഇനി എൻ്റെതെല്ലാം നോക്കണം. ഒരുപാട് ടൈമായി പോയി. അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈമായി. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് വരട്ടെ അല്ലേ?
നല്ല ചോറ്, വറവ്, പപ്പടം, അച്ചാറ് ഒക്കെ ആയിട്ട് ഒരു ഊണല്ലേ. ഞാനും ചോറ് തന്നെ കേട്ടോ കഴിച്ചിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ മീൻ പൊരിച്ചതാണ്. അതെന്താണെന്ന് നോക്കട്ടെ. നമ്മൾ പൊതുവെ എപ്പോൾ വന്നാലും ഐക്കൂറ വാങ്ങല് അല്ലേ. നോക്കട്ടെ. സ്പെഷ്യൽ ഐക്കൂറ പൊരിച്ചത് അത് വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഏതായാലും വരുന്ന വഴിക്ക് ഇന്ദ്രൂട്ടനെയും കൂട്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഇന്ദ്രൂട്ടനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ദ്രൂട്ടനെ കൂട്ടാൻ വരുന്നത് ഇന്ദ്രൂട്ടൻ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. പെട്ടെന്ന് ചെറിയൊരു സർപ്രൈസ് നോക്കാം നമുക്ക്. വാ ഇന്ദ്രന്റെ സർപ്രൈസ് ഇല്ല. ആണോ? ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ടീച്ചർ പറഞ്ഞ ഇന്ദ്ര സ്കൂളിൽ നിന്ന് കളിച്ചിരുന്നു. അതെ, അത് ഇന്ദ്ര കളിച്ചാ? ഇല്ല, കളിച്ചല്ല. മോനും കളിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ടാരും അതെന്ന് പറഞ്ഞ ചെക്കൻ മാത്രമല്ല ഇന്ദ്രു കുറ്റക്കാരനാണ് അതില്. നിങ്ങൾ രണ്ടാരും കൂടിയാണ് കളിച്ചത്. അപ്പൊ രണ്ടാളും അങ്ങനെ മോനും കളിക്കാൻ പോയിട്ടല്ലേ. അപ്പൊ എന്തായാലും ഇനി മുതൽക്ക് ഇന്ദ്രു കളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ദ്രു? ഇന്നല്ലോണം പഠിക്കണേ. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോട്ടെ ഗൈസ് അല്ലേ. വേറെന്താ പരിപാടി ഇനി ഇപ്പൊ ഈ വ്ളോഗില്? സ്കേറ്റിംഗ്. അപ്പൊ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്തൂടെ? കാരണം നമ്മൾ സ്കേറ്റിംഗ് എല്ലാം കാണിച്ചല്ലോ ഓൾറെഡി. അതെ, ഇനിയിപ്പോ ദുഗ്ഗു വീട്ടിലേക്ക് എത്തും. അപ്പൊ രാവിലെ ഇവര് സ്കൂളിൽ വിട്ട് സ്കൂളിൽ നിന്ന് കൂട്ടി ഇനിയിപ്പോ ദുഗ്ഗു സ്കൂൾ വിട്ട് വീട്ടിൽ വന്നോളും. അപ്പൊ നമ്മളെന്നാ പിന്നെ പോവാ. അപ്പൊ എന്തായാലും വ്ളോഗും അതിന്റെ പഠിച്ചേക്കാം അല്ലേ. അപ്പൊ രാവിലെ ഒരു നികിട ഇതിൽ തുടങ്ങിയ വ്ളോഗാണ്. ഇഡ്ഡലിയില് സാമ്പാറിന് തുടങ്ങിയ വ്ളോഗാണ് ഇവിടെ വരെ എത്തിയത്. നികിട ഡ്രസ്സൊക്കെ എടുത്തേട്ടാ, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇടിഞ്ഞ് പോകുമ്പോ കാണാം. ഇനിയിപ്പോ എനിക്കും ഇന്ദ്രനും ഒക്കെ എടുക്കാനുണ്ട്, അത് പിന്നെ എടുക്കാം ദുഗുനും. അപ്പൊ ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ഇന്ദ്രു ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. ഇന്ദ്രുവിന് വ്ളോഗ് വൈൻഡപ്പ് പഠിക്കണത് ഭയങ്കര ഇഷ്ടമല്ല. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോ ഇല്ലേ വൈൻഡപ്പ് പഠിച്ചു പോകാൻ ഇന്ദ്രുവിന് ഭയങ്കര വിഷമാവൂലും. അതെ, അപ്പൊ ടാറ്റ എന്തായാലും പറയുന്നുണ്ട്. ടാറ്റ.